പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് എനിക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സത്യത്തിൽ ഞാനന്ന് ഒട്ടും തന്നെ ഫ്രീ അല്ലായിരുന്നു. ഞങ്ങളുടെ ചർച്ചില് VBSന്റെ ലാസ്റ്റിലത്തെ ദിവസമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കൊരു 5 മണിയായപ്പോഴേ ടെൻഷൻ തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് വീട്ടിലെത്തണം, 7:30 ആവുമ്പോൾ മീറ്റിംഗ് ഉണ്ട് എന്ന്. ഹല്ലേലൂയ. അവിടെ നിന്ന് കഴിക്കാതെ ഞങ്ങൾ പെട്ടെന്ന് പോരാൻ തുടങ്ങുമ്പോൾ സഹോദരങ്ങളെല്ലാം പറഞ്ഞു, ഇല്ല, കഴിച്ചിട്ടേ പോവാവുള്ളൂ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു നന്മ കിട്ടുന്നതിലല്ല പ്രിയമുള്ളവരെ, ആമേൻ, കർത്താവിന്റെ വചനം, ആമേൻ, മറ്റുള്ളവരുടെ നടുവിൽ ഒന്ന് പറയാൻ കിട്ടുന്ന അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറയാ, എന്തിനാ സിസ്റ്ററെ സൂം മീറ്റിങ്ങിലൊക്കെ പോയി ശുശ്രൂഷിക്കുന്നത്, ഒന്നും കിട്ടത്തില്ലെന്ന്. പക്ഷെ അവർക്കറിയില്ല പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങോട്ടൊരു നന്മ കിട്ടുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവിക സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ പകർന്നു കിട്ടുന്ന ആ അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചില സന്ദർഭങ്ങളിൽ വിഷമം തോന്നിയിട്ടുണ്ട്. നന്മയൊക്കെ കർത്താവ് തരും, പക്ഷെ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ കളയാൻ പാടില്ല. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ ശുശ്രൂഷയിലൂടെ ആ ജീവൻ പ്രാപിക്കാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കാണുന്നത്. വളരെ ധൃതിയോടാണ് ബീന സിസ്റ്ററെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. ആമേൻ. അല്പം ഒരു 10 മിനിറ്റ് ഒന്ന് കിടന്നു, പിന്നെയും ഈ അയ്യോ ഇന്ന് എന്താ മെസ്സേജ് വെച്ച് ആടി എഴുന്നേൽക്കുമായിരുന്നു. പ്രത്യേകിച്ച് എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ബീന അജയ് സിസ്റ്ററിനും ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, പ്രത്യേകിച്ച് ദൈവദാസന്മാർ, ദാസിമാർ എല്ലാവർക്കും വേണ്ടിവരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങോടെ ആയിരിക്കുന്നല്ലോ. ആമേൻ, സ്തോത്രം. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, ഉപവാസം എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ വസിക്കുക എന്നതാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മള് ഈ സൂം മീറ്റിങ്ങിനകത്തായിരിക്കുമ്പോൾ മാത്രമല്ല, ആമേൻ, സ്തോത്രം, നമ്മൾ ഭവനത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കുമ്പോഴും ദൈവത്തോട് കൂടെ വസിക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ഈ ഫാസ്റ്റിംഗ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വൃഥാവായി പോകത്തില്ല പ്രിയമുള്ളവരെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തന്നെ തീരും. ആമേൻ, സ്തോത്രം. ഞാൻ ഒത്തിരി മുഖവരി ഒന്നും പറഞ്ഞ് ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് തുടർന്ന് താഴോട്ടാണ് താഴെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ കുറിവാക്യമായിട്ട് 2:14, 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. പറഞ്ഞാട്ടെ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. മതി, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദി പറയുന്ന കർത്താവേ. ഈ ജനം ഇരിക്കുന്നത് അവിടുത്തെ പാദപീഠത്തിലാണ്. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ ആലോചന പ്രാപിക്കുവാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് രാത്രി അവർ പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ സന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ജനത്തോട് സംസാരിപ്പാൻ തക്ക വേണം എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇന്ന് രാത്രി ആ മഹത്വം അവർ അനുഭവിച്ചറിയുവാൻ, ആ ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്കും ഇറങ്ങുവാൻ, ഹല്ലേലൂയ, അവരുടെ കാതുകളിൽ കേൾക്കുന്ന ദൈവ ശബ്ദം ഇന്ന് രാത്രി അവരെ ഒന്നുകൂടെ ഒരുക്കുന്ന, ഒന്നുകൂടെ ആത്മമണ്ഡലങ്ങൾക്കകത്ത് അവരെ പണിതെടുക്കുന്ന, ഒന്നുകൂടെ അവരെ ശക്തരാക്കി തീർക്കുന്ന വചനത്തിന്റെ ശക്തി
ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ കർത്താവേ. ഒരു വാക്കുപോലും സ്വയത്തിൽ നിന്നോ മാനുഷികമായി പറയാൻ എന്റെ ദൈവം അനുവദിക്കരുത് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ജനത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു ദൈവ ശബ്ദത്തെ കൈമാറാൻ അടിയനെ ഉപയോഗിക്കണമേ. റബന ശാന്തരാദികൾക്കര ആത്മാവിന്റെ വലിയ ചലനം ഇതിനകത്ത് വെളിപ്പെടട്ടെ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ജീവിതങ്ങൾ ആഴമായി ദേഹി ആത്മാവിൽ ആത്മശക്തി അനുഭവിച്ചറിയത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവേ വലിയവ ചെയ്യുമാറാകണമേ. അതിനായി ദൈവകരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് തന്നെ തന്റെ ജനത്തോട് സംസാരിക്കും. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ പ്രസംഗിക്കാൻ നമുക്കും എന്തുണ്ട്, ഒരു ആവേശമുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾ തരുന്ന പ്രചോദനമാണ്. ആമേൻ, സ്തോത്രം. നിങ്ങൾ തരുന്ന പ്രതികരണമാണ് നമുക്ക് ആ മെസ്സേജ് തരാനുള്ള ഹല്ലേലൂയ ഒരു എന്താ പറയാ അതിന് ഒരു എനർജി വർദ്ധിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരാം. ഇവിടെ നാം വായിച്ചത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ഈ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതം ഒരു ജൈത്രയാത്രയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ തന്റെ എല്ലാ ജയവും ആമേൻ ക്രിസ്തുവിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും ഹല്ലേലൂയ, എന്റെ ജീവിതത്തിന്റെ എല്ലാ ജയവും അത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരായാലും, നമ്മൾ ദൈവത്തോട് എത്ര അടുത്തിരിക്കുന്നവരായാലും, നമുക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടെങ്കിലും, നമുക്ക് ആൾബലമുണ്ടെങ്കിലും, നമുക്ക് പണമുണ്ടെങ്കിലും, നമുക്ക് ജോലി ഉണ്ടെങ്കിലും, നമുക്ക് സൗന്ദര്യമുണ്ടെങ്കിലും, ഇന്ന് രാത്രികാലം നാം ഒരു കാര്യം മറക്കരുത്, നമുക്ക് ലഭിക്കുന്ന എല്ലാ ജയവും ഹല്ലേലൂയ അത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഒന്നും പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ ആമേൻ, സ്തോത്രം, നമ്മൾ വലിയ അപകടത്തിലാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളൊന്ന് പുറകിലോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. എത്രയോ ജയിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ, എത്രയോ രോഗത്തിന്റെ കാഠിന്യമേറിയ അവസ്ഥകൾ, എത്രയോ പ്രതികൂല സാഹചര്യങ്ങൾ, അവിടെ നീ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ട സന്ദർഭങ്ങളിൽ നിനക്ക് ആശ്രയിക്കാനും നോക്കുവാനും ഒരിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രികാലം ഒന്നുകൂടെ പറയട്ടെ പ്രിയമുള്ളവരെ, അവൻ വർഷിപ്പ് ചെയ്ത ആ ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ഒത്തിരി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആ കർത്താവിന്റെ ദാസൻ ലാസ്റ്റ് പാടിയ പാട്ടിന്റെ ഹൃദയത്തെ നന്നായി ടച്ച് ചെയ്തു. ആമേൻ, സ്തോത്രം. അതിങ്ങനെ ആണ് പാടിയത്: എന്റെ ഭാവി എല്ലാം നിന്റെ കരത്തിൽ. ഹല്ലേലൂയ. ആമേൻ. എന്റെ പ്രാപ്തിയെല്ലാം അങ്ങ് മാത്രമാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാപ്തിയും ആമേൻ എന്തിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. സ്തോത്രം. അപ്പോ ഇത് നന്നായി മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, സ്തോത്രം, ക്രിസ്തുവിനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ജയവുമില്ല. ആ കരം ഉയർത്തി ഒന്ന് പറഞ്ഞാട്ട്, കർത്താവേ, അങ്ങയെ കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ജയവും ഇല്ല. ഞാൻ ഏതെങ്കിലും ഒരു മേഖലയ്ക്കകത്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ എല്ലാ മഹത്വവും ഇന്ന് രാത്രി ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് ഹൃദയംഗമായി ഇതിനകത്ത് ആർക്ക് പറയാൻ കഴിയും? പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയമുള്ളവരെ?
ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി നമ്മുടേതായ ഹല്ലേലൂയ കാര്യാദികൾ പെട്ടെന്ന് നടക്കണമെന്നും നമ്മുടെ സ്വാർത്ഥത കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടുമൊക്കെ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ എടുത്തു ചാടിയാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടാതെ, അവന്റെ ആലോചന ഇല്ലാതെ, അവന്റെ അനുവാദമില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ചെയ്താൽ നാം പരാജയപ്പെടും, നിശ്ചയമായി പരാജയപ്പെടും. പക്ഷേ അല്പ കാത്തിരിക്കേണ്ടി വന്നാലും, അല്പ താമസമെന്ന് തോന്നിയാലും, ആമേൻ, നിന്റെ എല്ലാ വഴികളിലും നീ ക്രിസ്തുവിനെ കൂട്ടിയാണ്, ആമേൻ, അവന്റെ ആലോചന പ്രകാരമാണ്, അവന്റെ തിരിഷ്ട പ്രകാരമാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായൊരു ദൂത് വിളിച്ചു പറയുകയാണ്, നീ പരാജയപ്പെടത്തില്ല. നീ ഇപ്പോൾ ആയിരിക്കുന്ന മേഖലകൾക്കകത്ത് നിനക്ക് ദൈവം ഒരു ജയം തരും. കാരണം നീ സ്ട്രഗിൾ അനുഭവിക്കുമ്പോഴും, നീ പ്രതിസന്ധിക്കകത്തൂടെ പോകുമ്പോഴും, നീ ഒറ്റപ്പെടലിൽ ആയിരിക്കുമ്പോഴും ആരെ നോക്കി ആത്മാവ് പറയുകയാണ്, കർത്താവേ, നിന്നെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ, അങ്ങേ കൂടാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് പറയുന്ന സമർപ്പണമുള്ള ആഴമേറിയ ആ ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ചിലര് ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. അവരെ നോക്കി ആത്മാവ് പറയുന്നു, നിനക്കൊരു ജയമുണ്ട്, ജയമുണ്ട്, വിശ്വസിക്കാമോ? അതെ, ഹല്ലേലൂയ. ജ്യോതി എന്നാണ്, ജ്യോതി ബോബി എന്നാണോ പേര്? ഹല്ലേലൂയ. അതെ, ജ്യോതി ബോബി സിസ്റ്ററെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്കൊരു ജയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പിശാച് പറയുമില്ല, ജയം തരത്തില്ല, ഹല്ലേലൂയ, നിന്നെ നിർത്തുകയില്ല. പക്ഷേ ആത്മാവ് പറയുന്നു, നീ ക്രിസ്തുവിനോട് പറ്റിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, നിന്റെ എല്ലാ സാഹചര്യങ്ങളെക്കാൾ വലുതായി നീ ക്രിസ്തുവിനെയാണ് കാണുന്നതെങ്കിൽ, ഇന്ന് രാത്രികാല സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്കൊരു ജയമുണ്ട്, ജയമുണ്ട്. ഹല്ലേലൂയ. രഗന റിഗൽക്കന രഗജഗ രഗതുന റിബന. അത് മനുഷ്യൻ തരുന്ന ജയമല്ല കേട്ടോ. സാധ്യതകൾ, നമ്മൾ വിചാരിക്കുന്ന സാധ്യതകളൊന്നുമല്ല ജയം തരുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുന്നു, നിനക്ക് ജയം തരുന്നത് കർത്താവാണ്. ആത്മാവ് വ്യക്തമായി പറയുന്നു, അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ നിന്റെ മുന്നിലുണ്ട്. ജ്യോതി സിസ്റ്ററെ, പലപ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനാ കർത്താവേ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയെന്ന് നീ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി നീ ഹൃദയത്തിൽ ഉറയ്ക്ക്, അവൻ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ജയമുണ്ട്. അവനെ വിട്ട് എനിക്കൊരു പരിപാടിയില്ല, അവനെ വിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ എത്ര സ്ട്രഗിളുകൾക്കകത്തൂടെ പോയാലും എന്റെ യാത്ര അവനുമായി ഒന്നിച്ചുള്ളൊരു യാത്രയാണ്. അവൻ ഇന്ന് രാത്രി, പ്രിയ ജ്യോതി സിസ്റ്ററെ, ഹല്ലേലൂയ, ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ആ ഹൃദയ നിലവാരങ്ങളില്ലേ, അത് ദൈവം നന്നായി അറിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. രവനം ദുരാധികൽക്കന. അസാധാരണമായ ദൈവകരം ഇന്ന് രാത്രി ജ്യോതി സിസ്റ്ററിനെ തൊടട്ടെ. അടയാളത്തോടു കൂടെ ചില വിഷയങ്ങൾക്കകത്ത് ആ ദൈവമകത്വം ചലിക്കുന്നത് പ്രിയ ആമേ സിസ്റ്റർ കാണട്ടെ. ചില സ്ട്രഗിളുകൾക്കകത്ത് നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആ ദൈവിക കരുത്തിനെ, ആ ദൈവിക ബലത്തെ ഇന്ന് രാത്രി തന്റെ മേൽ ഞാൻ ഇടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ സിസ്റ്ററെ, ആ ഒരു കരുത്ത് നിങ്ങളുടെ മേൽ ആത്മാവ് പകരുകയാണ്. ആ ഒരു ധൈര്യത്തെ നിങ്ങളുടെ മേൽ ആത്മാവ് വിശ്വസിക്കാൻ കഴിയുമോ? ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, നോക്കണമേ, ഞാൻ വചനത്തിലേക്ക് വരട്ടെ. ഈ അപ്പോസ്തലന്മാരുടെ വിജയകരമായ ജീവിതത്തിലൂടെയാണ്, അതായത് പരിജ്ഞാനത്തിന്റെ വാസന. ആരുടെ പരിജ്ഞാനത്തിന്റെ വാസന? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും പരന്നു എന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമില്ലേ,
ഹല്ലേലൂയ, അത് എത്രത്തോളം വിജയിക്കുന്നുവോ, ആമേൻ, എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരിക്കലും പട്ടുമെത്തയുടെ ഒരു അനുഭവമല്ല. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ഉണ്ട്. ആമേൻ, കഷ്ടതയില്ല, പ്രതിസന്ധിയില്ല, വളരെ ആമേൻ സ്തോത്രം, ക്രിസ്തുവിലായാൽ പിന്നെ കരയണ്ട. ആമേൻ, ഇങ്ങനെയൊക്കെ ഉള്ള പഠിപ്പിക്കലുകൾ പലതുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടാണ് കേട്ടോ ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഞാൻ പറയാം, ഒരു ദൈവ പൈതലിന്റെ ജീവിതം മരണത്തിനു തുല്യമായ അനുഭവത്തിലൂടെ കടന്നു പോയാലും, എന്ന് പറഞ്ഞാൽ ആർക്കുമില്ലാത്ത പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോയാലും, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഇനി ഒരു സാധ്യതയില്ല എന്ന് എപ്പോൾ നമുക്ക് തോന്നുന്നുവോ, ആ സമയം അവൻ നമ്മുടെ കരം പിടിക്കും. ഇത് ഞാൻ മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന അനുഭവിച്ചറിഞ്ഞവർ ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും അതിനെ വിസമ്മതിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ബീന അജയ് സിസ്റ്ററിനോട് തന്നെ ചോദിച്ചാൽ പറയും, താൻ ഇതുവരെ എത്തിയത് എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ, താൻ ഇത്രയും വളർന്നു വന്നത് എങ്ങനെയാണെന്ന്. എത്രയോ പ്രതിസന്ധികൾ, എത്രയോ താഴ്ചകൾ, എത്രയോ സഹിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പടകിനെ മുക്കിക്കളയുന്ന വിധത്തിൽ കടന്നു വന്നപ്പോഴും തന്നോട് ചോദിച്ചാൽ താൻ പറയും, അതൊന്നും എന്നെ തകർക്കാൻ ഇടയായില്ല. തകരുമെന്നൊക്കെ എനിക്ക് ചിന്ത വന്നിട്ടുണ്ട്, മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു പ്രശ്നം പോലും എന്നെ ജയിച്ചിട്ടില്ല. ജയം എനിക്ക് ദൈവം തന്നതേ ഉള്ളൂ. അല്ലേ ബീന ജയ് സിസ്റ്ററെ? ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എന്ത് ചെയ്യുന്നത്, പരക്കുന്നത്. അത് ഞാൻ പറയാം, ഒരു രോഗസൗഖ്യം നടക്കുന്നതോ, ഒരു വിസ കിട്ടി വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതോ, ഹല്ലേലൂയ, അല്ലെങ്കിൽ മറ്റ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അത് നടക്കും പ്രിയമുള്ളവരെ. പക്ഷേ ഏറ്റവും ജയകരമായ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓഫ്ലൈൻ മീറ്റിങ്ങിന് എന്നെ കൂടെ പങ്കെടുത്തൊരു ദൈവദാസൻ ഇതിനകത്തുണ്ട്, അനു വർഗീസ് എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, കടന്നു പോയപ്പോൾ പ്രിയ വീരാ സിസ്റ്ററെ, എനിക്ക് ആദ്യം ഞാൻ അവിടെ കയറി നിൽക്കുമ്പോ ആത്മസാന്നിധ്യം വെളിപ്പെടുന്നില്ല, ആത്മമണ്ഡലം ഫ്ലോ ആകുന്നില്ല. എന്താ കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ ആത്മാവ് പറയുകയാണ്, ദൈവദാസനും വിശ്വാസികളും എന്ത് ചെയ്യാനുണ്ട്? നിരപ്പ് പ്രാപിക്കാനുണ്ട്. ആത്മാവ് പറഞ്ഞ് ഹൃദയങ്ങൾ കഠിനമായിരിക്കുകയാണ്. സ്തോത്രം. എനിക്കൊന്നും അറിയില്ല. ഇതുപോലൊരു സൂം മീറ്റിങ്ങിനകത്ത് എന്റെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചതാ. ആ സിസ്റ്റർ ഞാനുമായിട്ട് വ്യക്തിപരമായ ബന്ധമൊന്നുമില്ല. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ കുറവുകളെ ഉണർത്തി സംസാരിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്തൊരു ആത്മസാന്നിധ്യം വെളിപ്പെട്ടത്. ഹല്ലേലൂയ. മനസ്സിലായോ? അവിടെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടൊരു വാർത്ത ഇങ്ങനെയാണ്, പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വാസികൾ എന്തെയോ തട്ടകസിച്ചാ സംസാരിക്കുന്നത്. സൗമ്യതയില്ല. ആ സഭയ്ക്കകത്ത് എന്തില്ല? ക്ഷമയില്ല. വിശ്വാസിക്ക് പാസ്റ്ററിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പാസ്റ്ററിന് വിശ്വാസിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയാണോ പ്രിയമുള്ളവരെ? ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നമ്മുടെ ജയജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യാൻ നമുക്ക് ചാൻസ് ഉള്ളപ്പോഴും ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന് തന്നെ സൂക്ഷിച്ച് ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഈ വാസന മറ്റുള്ളവർ അവര് പറയും, ഹല്ലേലൂയ, അവരുടെ ക്ഷമ നോക്ക്, അവരുടെ ഒരു ജീവിതം നോക്ക്, അവരുടെ ഒരു നടപ്പ് നോക്ക്, ആ കുടുംബത്തിന്റെ ഐക്യത നോക്ക്, അവരുടെ സ്നേഹം നോക്ക്, ഹല്ലേലൂയ എന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം ജയമായി തീരുന്നത്. അല്ലേ? ഞാൻ പറയുന്നത് തെറ്റാണോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴെന്താണ്? അല്ലെങ്കിൽ പറയും, നീയാണോ ഒരു പെന്തിക്കോസുകാരി, നീയാണോ ഒരു പെന്തിക്കോസുകാരൻ? സാക്ഷ്യം നമ്മൾ നഷ്ടപ്പെട്ടാൽ അവിടെ പ്രിയ ദൈവമക്കളെ ഒരിക്കലും വാസന വെളിപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങളോട് എനിക്കൊന്ന്
ഒന്ന് പറയാനുള്ളത്, എത്ര കഷ്ടതയ്ക്കകത്തക നീ അകപ്പെട്ടാലും അതിനകത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവൻ വിടിവിപ്പാൻ കഴിയാത്തവനല്ല. യെശയ്യാവിൽ പറയുന്നു, കേൾപ്പാൻ കഴിയാത്തവനോ അവന്റെ ചെവി മന്ദമായിട്ടില്ല, വിടിവിപ്പാൻ കഴിയാത്തവനോ അവന്റെ കരം കുറുകിയിട്ടില്ല. എന്നാൽ നിങ്ങളെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് എന്ത്? നിങ്ങളുടെ അകൃത്യമത്രേ. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. വചനം വേറൊരു ഭാഗത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അപ്പോൾ മനസ്സിലായോ? ആമേൻ, സ്തോത്രം. നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആമേൻ, ഹല്ലേലൂയ. നല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല വെടിക്കെട്ട് ആരാധന അല്ലേ, നല്ല അന്യഭാഷ. ആമേൻ, നമ്മൾ നല്ലതായിട്ട് ആരാധിച്ചിട്ട് നമ്മൾ ജീവിതമില്ലാത്തവരായി തീർന്നാൽ ഒരിക്കലും നമ്മളിലൂടെ ക്രിസ്തുവിന്റെ വാസന മറ്റുള്ളവരിലേക്ക് എത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഏതവസ്ഥയിലൂടെ നീ കടന്നു പോയാലും ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. എന്റെ അപ്പനെ വിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. എന്റെ അകത്ത് അവന്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ, ഹല്ലേലൂയ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ശക്തിയുടെ ആത്മാവിനെ അവൻ എന്റെ മേൽ പകർന്നിരിക്കുമ്പോൾ, ഞാൻ എന്റെ ജഡത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ, അവൻ എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഞെരങ്ങുന്നത്. ഞാൻ സാക്ഷ്യം നഷ്ടപ്പെടുത്തുമ്പോൾ, അത് നമ്മുടെ ഭവനത്തിലാകട്ടെ, പുറത്താകട്ടെ, സഭയിലാകട്ടെ, പ്രിയമുള്ളവരെ, ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാപികൾ ദൈവമക്കളാന്ന് ഞാൻ ഈ ശുശ്രൂഷിക്കാൻ പോകുന്നോണ്ട് എനിക്ക് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവവചനവും കയ്യിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഹല്ലേലൂയ, നാം ഒരിക്കലും അങ്ങനെയാകരുത്. ആമേൻ, സ്തോത്രം. പ്രതിസന്ധിയിൽ നിങ്ങൾ ക്ഷീണിക്കൽ, അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കും. എന്റെ അനുഭവം, ഞാൻ 30 പ്രാവശ്യം, കഴിഞ്ഞ ഒരു പ്രാവശ്യം കൂടെ കൂട്ടി 31 പ്രാവശ്യമായി മരണത്തിന്റെ സ്റ്റേജിലൂടെ കടന്നു പോയത് ഞാൻ നോക്കുമ്പോ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്രിസ്തുവിന് വേണ്ടി ആമേൻ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പോഴെന്താണ് ഈ അപ്പോസ്തലന്മാര് അവരുടെ വിജയകരമായ ജീവിതത്തിലൂടെ ഒന്ന് തന്നെത്താനൊന്ന് ശോധന ചെയ്താട്ടെ. എന്റെ ആമേൻ ക്രിസ്തീയ ജീവിതം അത് ജയകരമായൊരു ജീവിതമാണോ? എന്റെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും എനിക്ക് ക്രിസ്തുവിന് വേണ്ടി നേടാൻ പറ്റുന്നുണ്ടോ? എന്റെ ഭവനത്തിൽ, എന്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ, എന്റെ മക്കളുടെ മുമ്പിൽ, എന്റെ ഭാര്യയുടെ മുമ്പിൽ, എന്റെ അയൽവക്കക്കാരുടെ മുമ്പിൽ, എന്റെ സഭയ്ക്കകത്ത് ഈ വാസന, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന ആമേൻ എന്നിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്ന് സത്യത്തിൽ ഞാൻ ഒരുങ്ങി വന്നൊരു മെസ്സേജിന്റെ ആഴത്തിലല്ല ഞാൻ ഇപ്പോ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ എന്ന് പ്രിയ ദൈവവൈതലേ ഒന്ന് തന്നെത്താൻ ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു മേഖല നിന്റെ അകത്ത് ബോധ്യം തരുന്നുണ്ടെങ്കിൽ ആ ഒരു ആമേൻ ഭാഗം നീ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുകയാണ്, ഈ ദിവസങ്ങൾ നീ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയ്ക്കകത്ത് നീ തന്നെയല്ല ജയിക്കുന്നത്, അവന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ശക്തിയാൽ നിനക്കൊരു ജയമുണ്ട്. ആമേൻ, സ്തോത്രം, സ്തോത്രം. ഇത് ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല കേട്ടോ പ്രിയമുള്ളവരെ. നോക്കണമേ, മറ്റുള്ളവരുമായി ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കിടുന്ന ഒരു ദൈവ പൈതൽ പരിമളം പോലെയാണ്. ഹല്ലേലൂയ. പരിമളം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവര്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മണമുള്ള എണ്ണ. ഹല്ലേലൂയ, അല്ലെ പരിമളം.
അപ്പോ ആമേൻ സ്തോത്രം, ഒരു ദൈവ പൈതൽ മറ്റുള്ളവരുമായി ക്രിസ്തുവിന്റെ സുവിശേഷം ആമേൻ ഹല്ലേലൂയ പങ്കിടുന്ന ഒരു ദൈവ പൈതൽ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആമേൻ സ്തോത്രം, ഈ വർഷം ഒരു ആത്മാവിനെങ്കിലും നമുക്ക് നേടാൻ പറ്റിയോ പ്രിയമുള്ളവരെ? ഒരു ആത്മാവിനോടെങ്കിലും സുവിശേഷം പറയാൻ നമുക്ക് കഴിഞ്ഞോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവരെ നോക്കി ഒരു അതൂത് ഞാൻ പറയാം: നീ ഒരു പരിമളം പോലെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ ബീന സിസ്റ്ററെ, ബീന അജയ് സിസ്റ്ററെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചന കൈമാറുകയാണ്. നീ എനിക്കൊരു പരിമളം പോലെയാണ്. ആത്മാവ് പറയുന്നു, നീ കാത്തിരിക്കുന്ന 3 മേഖലകൾക്കകത്ത് ഇന്നേക്ക് 3 മാസത്തിനകം വ്യക്തമായൊരു മറുപടിയോടുകൂടെ നീ ജയത്തിന്റെ സാക്ഷ്യം പറയുമെന്ന് ആത്മാവ് വ്യക്തമായ ദൂത് കൈമാറുകയാണ്. നിനക്ക് ജയം തരുന്നത് ഒരു മാനുഷിക കരമല്ല, നിനക്ക് ജയം തരുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. ദേവനം പുരാതികൽക്കന രഗജഗസി, ചില മേഖലകളെ അവസാനിപ്പിച്ചു കളയുമെന്ന് പൈശാചിക മണ്ഡലങ്ങൾ, മാനുഷികമായ അനുഭവങ്ങൾ വെല്ലുവിളിച്ച സ്ഥാനങ്ങളിൽ നിന്നെ നിലനിർത്തിയൊരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട്, നിന്നെ കരുതിയൊരു ദൈവമുണ്ട്. നീ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്തതുപോലെ നിന്നെ അടയ്ക്കുമെന്ന്, നിന്നെ പൂർണ്ണമായി അടച്ചു ഒതുക്കി കളയുമെന്ന്. വാതികെട്ടിയ മണ്ഡലങ്ങൾക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടിവിച്ചൊരു ദൈവം. അതരം ധരകം പരിശുദ്ധ പറയുന്നു, നിന്നെ പുറം ലോകം കാണിക്കത്തില്ലെന്ന്. അതിന് നിന്നെ അനുവദിക്കത്തില്ലെന്ന്. ഒരു സ്റ്റെപ്പ് പോലും നിന്നെ മുന്നോട്ട് വിടാൻ അനുവദിക്കയില്ലെന്ന്. നിനക്കറിയാം, നീ സ്ട്രഗിൾ ചെയ്ത ആ മേഖലയുടെ ആഴങ്ങൾ എന്തെന്ന് വീണാ ജയ്സിസ്റ്ററെ നിങ്ങൾക്കറിയാം. പക്ഷേ പരിശുദ്ധമ പറയുന്നു, നിനക്ക് ജയം കൽപ്പിച്ചത് ഞാനാണ്. അങ്ങനെയെങ്കിൽ ആത്മാവ് പറയുന്നു, 2026 അവസാനിക്കുന്നതിന് മുമ്പ് ആമേൻ ചില ജയങ്ങൾ നിനക്കുണ്ടെന്ന്. നീതിമാന്റെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷമുണ്ട്. ആ ഘോഷം നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഉയരുമെന്ന്. അതിനായി നീ എഴുന്നേൽക്ക്, അതിനായി നീ ഒരുങ്ങ്. ആത്മാവ് അങ്ങനെ ഇടപെടുകയാണ്. ഒരു ജയമുണ്ട് ദാസിയെ. രവനം ദുരാദികൽക്കനരഗജ. നിന്നെ ശൂന്യമാക്കിയ ചില മണ്ഡലങ്ങൾ, നിന്നെ മൂടിക്കളഞ്ഞ ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് ഓട്ടിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് മനുഷ്യൻ ചിലത് നിന്റെ മുമ്പിൽ അടച്ചു കളഞ്ഞു. എന്നാൽ ആമേൻ പരിശുദ്ധമ പറയുന്നു, നിന്റെ ചില പ്രാർത്ഥനകൾ അവന്റെ സന്നിധിയിലെത്തി. ആമേൻ 2026 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നീ അതിലേക്ക് പ്രവേശിക്കുമെന്ന് ഇത് കുറിച്ചു വെച്ചോ. ആമേൻ ദൈവാത്മ വ്യക്തമായി ഇടപെടുകയാണ്. ആമേൻ ചിലതിനെ ഞാൻ ദൂരത്താക്കിയത് നിന്റെ നന്മയ്ക്കാണെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എന്നാൽ ഇനിയും ചില ബന്ധങ്ങളെ ഞാൻ നിന്നിലേക്ക് അടുപ്പിക്കുമെന്ന്. രവനം ദുരാദികൽക്കനരഗജ. ചിലതിന്റെ സന്ദർശനം നീ നിന്റെ കാതിൽ കേൾക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എനിക്കൊന്നും അറിയില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ കണക്ഷൻ ഒന്നുമല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സിസ്റ്ററെ, പരിശുദ്ധൻ, നിങ്ങളൊരു പോർക്കളത്തിനകത്താണെന്നേ. ഈ പോർക്കളത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ യുദ്ധം ചെയ്യുന്ന ഒരുവനുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജയത്തെ പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. അതിനെ ഞാൻ തുറക്കുകയാണ്. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ഞാൻ വെട്ടിക്കളയുകയാണ്. യേശുവിന്റെ നാമത്തില് അവനെ ജയത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. അപ്പോ
ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് നമ്മൾ പങ്കിടുന്നെങ്കിൽ, സുവിശേഷം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. ആമേൻ, സ്തോത്രം. ഞാൻ പറയാം, അങ്ങനെയുള്ളവർ, ആമേൻ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സുഗന്ധമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നിങ്ങളെയും എന്നെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നീ കർത്താവിന്റെ സുഗന്ധമാകണമെന്നാണ്. ഹല്ലേലൂയ. നീ സുഗന്ധമാകാൻ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും കർത്താവേ. ഞാൻ മറ്റുള്ളവർക്കിട്ട് പാര പണിയത്തില്ല കർത്താവേ. ഞാൻ മറ്റുള്ളവർക്ക് ഒരു വേദന ആകത്തില്ല കർത്താവേ. ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ മറ്റുള്ളവർക്ക് ഒരു സുഗന്ധമായിരിക്കും എന്ന് തീരുമാനമെടുക്കാൻ ഇതിനകത്ത് ആർക്ക് കഴിയും? അവരെ നോക്കി ആത്മാവ് പറയുകയാണ്, നിന്നെ ഒരു സുഗന്ധമാക്കി മാറ്റാൻ പോകുകയാണ്. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു സുഗന്ധമാകട്ടെ. നിന്റെ പ്രവചന ശബ്ദങ്ങൾ മറ്റുള്ളവർക്കൊരു സുഗന്ധമാകട്ടെ. നിന്റെ ജീവിതം അത് മറ്റുള്ളവർക്കൊരു സുഗന്ധമാകട്ടെ. അതെ, ഷീജ സിബി സിസ്റ്ററെ, ഇന്ന് രാത്രി പരിശുദ്ധന പറയുകയാണ്, ഒരു സുഗന്ധമാകാൻ. ആമേൻ. നിന്റെ അകത്ത് വെമ്പലുണ്ട്, നിന്റെ അകത്ത് ആഗ്രഹമുണ്ട്. പരിശുദ്ധന വ്യക്തമായി പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ അളവനുസരിച്ചില്ലേ ഈ നാളുകൾ ദൈവം നിന്നെ നടത്തുമെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. ചിലതിനെ കുറിച്ച് നിനക്ക് ഓർക്കുമ്പോൾ താങ്ങാൻ കഴിയാത്തതുപോലെ, സഹിക്കാൻ കഴിയാത്തതുപോലെ ഭാരം ഇങ്ങനെ വന്ന് നിറയുന്ന ഒരു അനുഭവം. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ചിലത് നീ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്. ഹല്ലേലൂയ. ചിലത് നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. റബനം തുരാദികൽക്കന രഗജ. പലപ്പോഴും മറക്കാൻ കഴിയാത്തതുപോലെ, പലപ്പോഴും ഹല്ലേലൂയ റീകാരകൽക്കന രഗജ ഗരഗദുനി. ചിലപ്പോഴൊക്കെ എത്രത്തോളം വിചാരം പിടിച്ച് ഹല്ലേലൂയ എന്നുള്ളത് പോലൊരു ചോദ്യം നിന്റെ അകത്തുണ്ട്. എന്നാൽ ഷീജ സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്നെ ഒരു സുഗന്ധമാക്കണമെങ്കിൽ നീ ചില കയ്പിലൂടെ പോകണം, നീ ചില വേദനയ്ക്കകത്തൂടെ പോകണം, നീ ചില നിന്ദകൾക്കകത്തൂടെ പോകണം, നീ ചില മുറിവേറ്റ അനുഭവങ്ങളിലൂടെ പോകണം. ആത്മാവ് പറയുകയാണ്, നിന്നെ ഞാൻ ഹല്ലേലൂയ എന്തിനെന്നറിയാമോ മുറിക്കുന്നത്? ഓ, നിന്നെ ഞാൻ എന്തിനെന്നറിയാമോ ചെത്തുന്നത്? നിന്റെ മൂർച്ച കൂട്ടി ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പ്രയോജനമാകാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ നിന്നെ ഞാൻ പലപ്പോഴും എന്ത് ഒരു പിച്ചാത്തി നമ്മൾ എന്തിനാ ഇങ്ങനെ രാവുന്നത്? ഹല്ലേലൂയ, അതിന്റെ മൂർച്ച കൂട്ടാൻ. കേട്ടോ ഷീജ, ആമേ, സിബി സിസ്റ്ററെ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, അപ്പാ നിന്റെ ഹിതം അതാണെങ്കിൽ ഞാൻ അതിനായി എന്നെ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങനെ നീ പറ, നിന്റെ ജലം മാറയില്ലേ? അത് മധുരമാകുന്ന ചില ദിനങ്ങളുണ്ട്. പക്ഷേ അതിനകത്തൂടെ നിന്നെ ഒന്നുകൂടെ ആത്മീകമായി പണിതെടുത്ത് നിന്നിലൊരു പുതുക്കത്തെ പകർന്ന് എന്നെ വിട്ടു പിരിയാതിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിന്നെ പണിതുറപ്പിക്കാനാന്നേ ഞാൻ ഇപ്പോൾ നിന്നെ ചില വേദനയ്ക്കകത്തൂടെ കടത്തിവിടുന്നതെന്ന് ആത്മാവ് വ്യക്തമായ ദൂത് കൈമാറുകയാണ്. പലപ്പോഴും അധികർത്താവേ എന്ന് നീ പറയുന്നുണ്ട്. നോ, നാമൻ ഹല്ലേലൂയ, നീ ആളെ മതി എന്ന് വെക്കേണ്ട വ്യക്തിയല്ല. റീബാനഗശാന, ഇന്ന് രാത്രി അതിന്റെ മീതെ നിന്നെ നടത്തുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി നിന്റെ മേൽ വന്ന് പതിയുകയാണ്. നിന്നെ അവൻ ശക്തീകരിക്കുകയാണ്, നിന്നെ അവൻ ബലപ്പെടുത്തുകയാണ്. നീ എവിടെ കഴിയത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു പുതിയ ബലം കർത്താവിടുകയാണ്. ചിലര് നിന്നോട് ക്ഷമ പറയുമെന്ന്, ചിലർ നിന്നോട് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. ഒരസാധാരണമായ ദൈവകരം ആ സിസ്റ്ററിനെ തൊടട്ടെ. ഇപ്പോൾ ആ മഹത്വം തന്റെ ശരീരത്തിൽ ഇറങ്ങട്ടെ. തന്റെ ശരീരാത്മാകൾക്കകത്ത് ആ മഹത്വം ചലിക്കട്ടെ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ മക്കളെ,
ഒന്ന് തന്നെത്താൻ ശോധന ചെയ്തു നോക്ക്. ഞാനൊരു സുഗന്ധമാണോ എൻ്റെ കർത്താവിന്റെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ നല്ലവണ്ണം ആരാധിപ്പിക്കുന്ന ദൂത് പ്രസംഗിക്കാനും എനിക്കറിയാം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഒരു ആന്റിയുടെ തലയിൽ കൈവയ്ക്കുമ്പോ പരിശുദ്ധമ്മ പറഞ്ഞു, പേര് കേവലം ഒരു വിശ്വാസി എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞു ബീനാസിസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ അമ്മ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോഴമ്മ പറയാ, എനിക്കറിയാൻ പോകത്തില്ലെന്ന്. സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ വചനമൊക്കെ പറഞ്ഞു വന്നപ്പോ അമ്മ ഏൽപ്പിക്കപ്പെട്ടു. അമ്മ പറഞ്ഞു, എനിക്ക് ആ പഴയ അന്തരീക്ഷം ഒന്ന് വേണം, ആ പഴയ ദൈവശക്തി. ആ അമ്മ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ആ അമ്മ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ, അത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നാം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ഈ പുറമേയുള്ള മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ദൂതുകളും വചനങ്ങളും കേട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് പോകും. ഹല്ലേലൂയ. അങ്ങനല്ല. നമ്മുടെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വല്ലതും ഉണ്ടോ നോക്കണം. ഹല്ലേലൂയ. ഞാനും പെർഫെക്റ്റ് അല്ല, നിങ്ങളും പെർഫെക്റ്റ് അല്ല. ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ തരുന്നേ? ആമേൻ, ഹല്ലേലൂയ. വീണാ സിസ്റ്ററിന്റെ നാട് എവിടെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വീണാ സിസ്റ്റർ ആയിരുന്ന ആ സ്ഥലത്ത് വീണാ സിസ്റ്ററിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ദർശനം കൊടുത്തു, ഒരു ആലോചന കൊടുത്തു. ദൈവം കണക്ട് ചെയ്യാതെ ഒരൊറ്റ വ്യക്തി പോലും ഇതിനകത്ത് വരില്ല. താൻ മാനുഷികമായി ഇതിനകത്ത് ഒരു മീറ്റിംഗ് ക്രമീകരിച്ചെങ്കിൽ ഈ 58 പേര് ഇതിനകത്ത് ജോയിൻ ആകില്ല. പക്ഷേ തനിക്ക് ദൈവം കൊടുത്തൊരു കാഴ്ചപ്പാട്, പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സംസ്ഥാനങ്ങൾ, പല ദേശങ്ങൾ ആയിരിക്കുന്നവർ കൂടി വന്ന് ഈ ദൈവവചനങ്ങളെ കേൾപ്പിക്കുന്നത് എന്തിനെന്നറിയാമോ? ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കാൻ. ഹല്ലേലൂയ. ഓരോ ദിവസവും വചനം കണ്ണാടി എന്ന ആമൻ യാക്കോബ് പറയുന്നത്, കണ്ണാടിക്കകത്ത് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ മുഖം വ്യക്തമായി കാണാം. ഇതുപോലെ ദൈവവചനത്തിൽ നമ്മുടെ ജീവിതം ശോധന ചെയ്തെങ്കിലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ, പ്രിയമുള്ളവരെ, നാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യന് ഓരോ ദിനവും രൂപാന്തരം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. അതിനാ വചനത്തിലൂടെ നമ്മളെ ചെത്തുന്നത്. ഹല്ലേലൂയ. ചിലർക്കുണ്ടല്ലോ എപ്പോഴും പാല് കുടിക്കുന്നത് ഇഷ്ടം, കട്ടിയാകാൻ ഇഷ്ടമില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഈ പാല് കുടിക്കാൻ ഒരു സമയം ഉണ്ടല്ലേ? ആമേൻ. ആ സമയം കഴിഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രവചനവും ഇതൊന്നും കേട്ട് പോയാ പോരാ, ഒരുങ്ങണമെന്നേ. ഓരോ ദിവസവും ഒരുങ്ങണം. ഓരോ ദിവസവും ദൈവവചനത്താൽ കഴുകപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. ഓരോ ദിവസവും ശോധന ചെയ്യണം. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാടിനോട് അടുത്താണോ? ഹല്ലേലൂയ. ഈ ഓരോ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് പകൽ എനിക്ക് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ചെയ്യാൻ കഴിഞ്ഞോ? ഇന്ന് പകൽ എന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? വേണ്ട വിധത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണ്ട വിധത്തിൽ ഈ ദൈവവചനത്തിൽ എനിക്ക് രസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ശോധന ചെയ്ത് ആമേൻ പ്രാർത്ഥിച്ച് സ്വസ്ഥമായി ഉറങ്ങുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം വായിക്കുന്നത് എപ്പോഴെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും വിഷയത്തിൽ ആലോചന അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വന്ന് വചനം എടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മൾ ദൈനംദിനം എന്തിനാ ഭക്ഷണം കഴിക്കുന്നേ? എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? ആരോഗ്യം ഉണ്ടാകത്തില്ല. ഉപവസിക്കുമ്പോൾ നമ്മൾ ഇരിക്കും, പക്ഷെ അല്ലാതെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഇരുന്ന് നോക്കിയേ പറ്റുമോ? ഇതുപോലെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ജീവിക്കണം. ആമേൻ. ആത്മീകമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ യിരെമ്യാവ് പറയുന്നു, ഞാൻ ദൈവവചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ്. കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ട് പ്രിയ ദൈവം.
ദൈവവചനം നീ ഭക്ഷിക്കണം. ദൈവവചനം നിനക്ക് ചൈതന്യം തരുന്നതാ. ദൈവവചനം നിനക്ക് ജീവൻ തരുന്നതാ. ഓ ദൈവവചനം ഹല്ലേലൂയ നിന്റെ കീടങ്ങളെ നിന്നിൽ നിന്ന് നീക്കിക്കളയുന്നതാ. ദൈവവചനം പ്രതിസന്ധിയിൽ നിന്നെ ശക്തയാക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും എന്തു ചെയ്യണം? ദൈവവചനത്തെ ധ്യാനിക്കണം, ദൈവവചനം ഭക്ഷിക്കണം, ദൈവവചനത്തിൽ നീ വേരൂന്നി ജീവിക്കണം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞു പോകുകയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ സൗരഭ്യമാകണം. ഹല്ലേലൂയ. സുഗന്ധമാകണം. ഹല്ലേലൂയ. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവർ? കർത്താവെ, എനിക്ക് പലപ്പോഴും വിശ്വസ്തയോടെ അങ്ങയുടെ സന്നിധി നിൽക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്, ഞാൻ സ്വയത്തിൽ നിന്ന് പറയുന്നതല്ല. പലപ്പോഴും ഞാൻ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ കർത്താവേ, ഇങ്ങനെ ചെയ്യാൻ കർത്താവേ, ഞാൻ ഇങ്ങനെ നിൽക്കാൻ കർത്താവേ എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പുറകിലായി പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് വ്യക്തമായി ആത്മാവ് സംസാരിക്കുകയാണ്. ഒരു മടങ്ങി വരവ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഏതൊക്കെയോ മേഖലകളിൽ ദൈവവുമായി എടുത്ത തീരുമാനങ്ങൾ ആമേൻ പലപ്പോഴും ആമേൻ അതെന്താ പുറകിലേക്ക് മാറിപ്പോയ അനുഭവം. എന്നാൽ ആത്മാവ് പറയുന്നു, കർത്താവേ, ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും എനിക്കപ്പാ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ശരിയായ നിലയിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും അങ്ങേ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണേ കർത്താവേ. എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണേ കർത്താവേ. എന്നെ അങ്ങയുടെ സുഗന്ധമാക്കി തീർക്കണമേ. ചിലരെ ദൈവകരം തൊടുകയാണ് കേട്ടോ. ചിലർ ആഴമായി സമർപ്പിക്കുകയാണ്. ചിലരുടെ ഹൃദയങ്ങളിൽ ഈ വചനം ആടി നിറങ്ങുന്നുണ്ട്. ചില ഹൃദയങ്ങൾ വേദനിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ആകണം, എന്റെ അപ്പനെ പ്രസാദിപ്പിക്കണം. വെമ്പലോടെ സമർപ്പിച്ച ചിലരെ ആത്മാവ് ദർശിക്കുകയാണ്. നിന്നെ ഈ ദിവസങ്ങളിൽ അവനൊരു സുഗന്ധമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രിസ്തുവിന്റെ സുഗന്ധം ജീവനിലേക്കുള്ള സൗരഭ്യവാസനയാണ്. വിശ്വാസമില്ലാതെ നശിച്ചു പോകുന്നവർക്ക് ക്രിസ്തുവിന്റെ സുഗന്ധം മരണത്തിന്റെ മണമാണ്. ഹല്ലേലൂയ. കാരണം ആമേൻ വിശ്വാസമില്ലാത്ത എല്ലാവരും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യോഹന്നാൻ 3:36. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അതല്ലല്ലോ സിസ്റ്ററെ, 3:36. ഞാൻ തന്നെ പറയാം. നോക്കണേ, സമയം പോകുന്നല്ലോ. ഹല്ലേലൂയ. നോക്കണമേ, 3:36. പുത്രനിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഹല്ലേലൂയ. ദൈവക്രോധം അവന്റെ മേൽ എന്ത് ചെയ്യുന്നു? വസിക്കാമേൻ വരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഈ നിത്യജീവൻ നിന്റെ അകത്തുള്ളത് കൊണ്ടാണ് പലപ്പോഴും നീ തളരാതെ നിൽക്കുന്നത്. പക്ഷെ ക്രിസ്തുവിനെ അനുസരിക്കാത്തവർക്ക് അവർക്ക് ഈ ജീവനില്ല. അതുകൊണ്ട് അവർ ഒരു വിഷയം വരുമ്പോ ക്ഷീണിച്ച് തളർന്നു പോകുന്നത്. സമയം മുന്നോട്ട് പോയത് കൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലേ, വിശ്വസിക്കുന്ന നിനക്കെന്തുണ്ട്? നിത്യജീവനുണ്ട്. ഈ നിത്യജീവൻ പ്രാപിച്ച നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.
പക്ഷേ ഈ നിത്യജീവന്റെ ശക്തി എപ്പോൾ നിന്നിൽ കെട്ടുപോകുമെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എപ്പോൾ ചെയ്യുമോ അപ്പോൾ ഈ നിത്യജീവന്റെ ശക്തി, ആ ബലം നമ്മളിൽ കുറഞ്ഞു പോകും. വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, പ്രസംഗിക്കാൻ കഴിയും, പ്രവചിക്കാൻ കഴിയും, പക്ഷേ പ്രസൻസ് വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയ? അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഒരു ദിവസം ആത്മീകമായി ബലപ്പെട്ട് നിന്നാൽ അടുത്ത ദിവസം ആത്മീകമായി ബലപ്പെട്ട് നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ നിത്യജീവന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. പക്ഷേ ഇത് അകത്തുള്ളപ്പോഴും നീ ഇത് മറന്ന് ആമേൻ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. പലപ്പോഴും പാപം, നീ മുറുകെ പറ്റുന്ന പാപം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങളെ കടന്നു പിടിക്കാറുണ്ട്. അപ്പോഴുണ്ടല്ലോ നമ്മുടെ അകത്തെ ആത്മമനുഷ്യന് ക്ഷതം തട്ടുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കയറി വരാൻ പറ്റത്തില്ല. അങ്ങനെ ഭാരപ്പെടുന്ന ചിലര് വലിയ പാപമൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളിലൂടെ വരുന്ന പാപം, നമ്മൾ ഒരാൾക്ക് നേരെ അസൂയപ്പെടുന്നത്, ഒരാളെ വിമർശിക്കുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ സ്തോത്രത്തിലൂടെ സൂത്രം പണിയാൻ ഭയങ്കര മിടുക്കരാ. ആമേൻ, സ്തോത്രം. നമ്മൾ സ്തോത്രം പറയും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ബീന സിസ്റ്ററിനോട് പറയുമെന്ന്, ഈ ബീന സന്തോഷിനെ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കരുതെന്ന്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ അകത്തെ മനുഷ്യന് ക്ഷതം തട്ടുകയാണ്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യന് ക്ഷതം തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റത്തില്ല. ക്രിസ്തു വന്ന തലയോളം വളരാനാണ് അവൻ നമ്മെ വിളിച്ചത്. അപ്പോൾ നിന്റെ ആത്മീക ജീവിതത്തിന് കോട്ടം വരുന്ന മേഖലകൾക്കകത്ത് നിന്ന് നീ ഒഴിഞ്ഞിരിക്കണം. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. ചിന്തകളെ ആത്മാവിനാൽ നീ നിയന്ത്രിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യാൻ നിന്റെ ഹല്ലേലൂയ ജഡത്തെ നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ആത്മാവിനെ നീ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ, സൂക്ഷിക്കണം. എനിക്കറിയില്ല കേട്ടോ, ഈ ദൂത് ഞാൻ വേറെ രണ്ടിടത്ത് എടുക്കുമ്പോൾ അതിലും വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ചിലത് വിശ്വാസികളായിരിക്കാം, ചിലർ ദൈവദാസന്മാരായിരിക്കാം, പക്ഷേ ചില ബന്ധങ്ങൾ നമ്മുടെ ആത്മീയതയ്ക്ക് കോട്ടം വരുത്തുന്നതാണ്. ചില ആമേൻ ഹല്ലേലൂയ ബന്ധങ്ങൾ നമ്മുടെ ആത്മാവിനെ കെടുത്തുന്നതാണ്. നമ്മൾ പറയില്ലേ, മുല്ലപ്പൂവും പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ബീന അജയ് സിസ്റ്റർ നല്ല പക്വതയുള്ള ഒരു ആത്മീക സിസ്റ്റർ ആണെങ്കിൽ ആ സിസ്റ്ററിനോട് കൂടുന്നവരെല്ലാം അതേ അനുഭവത്തിൽ തന്നെ വരും. ഹല്ലേലൂയ. പണ്ടൊരിക്കലും ഒരു അച്ഛന്റെ തത്തയും അപ്പുറത്തെ വീട്ടിലെ ആമീൻ ഹല്ലേലൂയ വീട്ടിലെ അയാളുടെ തത്ത ഭയങ്കര തെറിവിളി. ഇപ്പുറത്തെ വീട്ടിലെ അച്ഛന്റെ തത്തയെന്ന് ഗ്ലോറിയും ഹല്ലേലൂയ പ്രൈസലോടൊക്കെ പറയുന്നത്. അപ്പോ ഈ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, അവിടുത്തെ തത്തയെ കൊണ്ടുവന്ന് ഈ കൂട്ടിലിടാൻ പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. പിന്നീട് ഒരിക്കല് ഫാദർ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ കാണാം, ആമേൻ, സ്തോത്രം, ഗ്ലോറിയും ആമേൻ, സ്തോത്രം, പ്രൈസലോടൊക്കെ അങ്ങ് പോയി. പിന്നെ എന്താ, ആമേൻ, ആ തത്ത വിളിക്കുന്ന പോലെ തെറി വിളിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ബന്ധങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ആത്മീകരല്ല. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വേണ്ടിയവർ സ്വീകരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ചിലർ നല്ല വർഷിപ്പായിരിക്കും, നല്ല മെസ്സേജ് ആയിരിക്കും, നല്ല ആമേൻ ഹല്ലേലൂയ പ്രവചനങ്ങളായിരിക്കും, പക്ഷേ അവരുടെ ജീവിതം നമ്മൾ ആമേൻ ആഴത്തിലേക്ക് നോക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്നതോ ഈ പ്രവചിക്കുന്നതോ ഒന്നുമല്ലായിരിക്കും. അത് നമുക്ക് മുറിവുണ്ടാക്കാൻ കാരണമാകും. ആമേൻ ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടുകയാണ്. എപ്പോഴും നമ്മൾ നല്ല ബന്ധങ്ങളെ സ്വീകരിക്കുക. നമ്മളെ ആത്മാവിൽ വളർത്തുന്ന, നമ്മളെ ആത്മാവിൽ ചേർത്ത് പിടിക്കുന്ന, നമ്മളോട് അസൂയ ഇല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുവേശുവിൽ എപ്പോഴും ജയോത്സവമായി നടക്കണമെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ തന്നോട്
നിന്നോട് തന്നെ ചോദിക്കണം, എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സുഗന്ധമാണോ ഞാൻ, അതോ പാപത്തിന്റെ ആമേൻ ഹല്ലേലൂയ സ്വാർത്ഥതയുടെ വല്ല മണവും എന്നിലുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്താട്ടെ. അതെ അലൻ ബാംഗ്ലൂർ, ഹല്ലേലൂയ. അതെ പ്രിയ ബ്രദറെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ്, രഗന രഗത്തുനാദര അതരം ജനക്കനാദനസി, കുഴഞ്ഞു മറിയുന്ന ചില മേഖലകൾക്കകത്ത് എന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി നിന്നെ നടത്തുവാൻ കഴിവുള്ളവന്റെ ആ കരുത്തേറിയ കരം ഈ ദിവസങ്ങൾ നീ കാണാൻ പോകുകയാണ്. ഇന്നേക്ക് 6 മാസത്തിനകം നീ പോലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിലേക്ക് ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തുമെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. രവനം അന്ന് ആ ഒരു മേഖലയിൽ എത്തുമ്പോൾ നീ പറയും, ഞാൻ ചില പരിശോധനകൾക്കകത്തൂടെ, ചില വേദനകൾക്കകത്തൂടെ ഞാൻ കടന്നു പോയത് ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിക്കാനായിരുന്നു എന്ന് ആമേൻ പ്രിയ ബ്രദറെ നിങ്ങൾ പറയും. ചില പരിശോധനകൾ നിങ്ങൾക്കുണ്ടെങ്കിലും അവിടെ നിങ്ങൾ തളരരുത്. ആത്മാവ് പറയുകയാണ്, ചില പരിശോധനകളാണ് നിന്നെ ശക്തനാക്കുന്നതെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. ഇവൻ അവിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതാണ്. ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്റെ കൂടെ നടക്കുന്നൊരു ആമേൻ ദൈവകരമുണ്ട്. നീ പോലും അറിയാതെ ചില മേഖലകൾക്കകത്ത് ചില ദൈവിക വിടുതലുകളെ ഞാൻ നിന്നിൽ പകർന്നു തന്ന് നിന്നെ ജയത്തോടെ നടത്തുന്ന ദിനങ്ങളെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ആഴമേറിയ ചില പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ആത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ചില തിരിവുകൾ ഈ ദിവസങ്ങൾ നിന്നിൽ സംഭവിക്കും. വിധി പറഞ്ഞ ചിലരില്ലേ, മാറ്റി നിർത്തിയ ചിലരില്ലേ, അവർ കാണെ നിന്റെ ജീവിതത്തിൽ ചില തിരിവുകൾ സംഭവിക്കുമെന്ന് ദൈവത്താൽ ദാവീദ് പറഞ്ഞില്ലേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ചിലത് ചാടി കടക്കുവാൻ ഞാൻ നിന്നെ പ്രാപ്തനാക്കുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കുകയാണ്. ചില നുണ പറഞ്ഞവരുടെ മുമ്പിൽ നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ചില അതരങ്ങളെ അടപ്പിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ വചനം എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ. പൗലോസ് താഴോട്ട് ചോദിക്കുന്നുണ്ട്, ആമേൻ, സ്തോത്രം. ആർ പ്രാപ്തൻ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. നോക്കണമേ, ഇവിടെ ആര് പ്രാപ്തനെന്ന് പൗലോസ് ചോദിക്കുന്നു. അതായത് ആമേൻ ഹല്ലേലൂയ, ഒരു അപ്പോസ്തലനായിരിക്കാനുള്ള ആമേൻ ഉത്തരവാദിത്വം ആമേൻ നിർവഹിക്കുന്നതിന് മതിയായ ശക്തിയും ജ്ഞാനവും ആമേൻ ആർക്കാണുള്ളത്? ഹല്ലേലൂയ, ആമേൻ. ഒരു വിധത്തിൽ ആമേൻ നമ്മളെ ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അവരെ ദൈവവചന പ്രകാരം നീതിയിലേക്കാണ് നയിക്കുന്നതെങ്കിൽ, നിത്യതയിലേക്കാണ് ഒരുക്കുന്നതെങ്കിൽ, ആമേൻ, അവരുടെ ആമേൻ ജീവനും മരണവും എന്റെ കയ്യിലായിരിക്കുന്നത്, അല്ലേ ബീന സിസ്റ്ററെ? ഞാൻ ഒരുവനെ എങ്ങനെയാണോ ദൈവവചനം പഠിപ്പിച്ച് തെളിയിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ആ വിശ്വാസികൾ. ഹല്ലേലൂയ, അങ്ങനെ ആയിരിക്കും. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നാം വചനത്തിൽ കൂട്ടുചേർത്ത് അവരെ പഠിപ്പിച്ചാൽ അവർ പോകുന്നത് നാശത്തിലേക്കാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളെ കറതീർത്ത് പഠിപ്പിക്കുവാൻ, ഞങ്ങളെ അതിലേക്ക് നയിക്കുന്ന അഭിഷിക്തന്മാരെ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അജയ്, ആമേൻ ഹല്ലേലൂയ, അജയ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായ ദൂത് കൈമാറുകയാണ്. അകത്തളങ്ങളിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി വെളിപ്പെടാൻ സമയമായി. നിന്നെ ചില മേഖലയിൽ ഞാൻ പ്രാപ്തനായി കണ്ടിരിക്കുമ്പോൾ
മനുഷ്യന് തോന്നും നീ പ്രാപ്തനല്ല എന്ന്. പക്ഷെ എന്റെ ദൃഷ്ടിയിൽ നീ പ്രാപ്തനാണെന്നേ. അത് ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ജ്ഞാനത്തെയും ഞാൻ നിന്നിൽ പകർന്നിട്ടുണ്ട്. ശക്തി നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതൊരു മനുഷ്യനെ കാണിക്കുന്നതിനോട് നിനക്ക് താല്പര്യമില്ല. നിനക്കറിയാം, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ജീവിതത്തെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങൾ ആയതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും വിഷയമില്ല. അതെ അജയ, ആമേൻ അജയ. ഇന്ന് രാത്രി പരിശുദ്ധ പറയുകയാണ്, നിന്നെ ജീവനോടെ വെച്ചിരിക്കത്തില്ലെന്ന്, നിന്റെ പ്രാണനോട്. നിന്റെ പ്രാണനോട്, നിന്റെ പ്രാണനെ തകർത്തു കളയത്തക്ക നിലകളിൽ പ്രതികൂലത്തിന്റെ വേലിയേറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നിന്റെ പ്രാണൻ അതെന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു. എന്തിനെന്നറിയാമോ? ആമേൻ, നിന്നെ ആ മേഖലയ്ക്കകത്തൂടെ കടത്തിവിട്ടത് ആമേൻ പ്രാണൻ നഷ്ടപ്പെടാനിരിക്കുന്ന ചിലർക്ക് പ്രാർത്ഥനയിലൂടെ ചിലരുടെ മരണത്തെ നീക്കാനാണ്. പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അതേ അജയ ജയ, ആത്മാവ് പറയുകയാണ്, അനേകവർക്ക് ജീവൻ കൊടുക്കാൻ രാജ്യങ്ങൾക്കപ്പുറത്തിരിക്കുന്ന ചിലരുടെ മരണത്തെ നീക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഇന്ന് രാത്രി അസാധാരണമായ ആ ദൈവശക്തി അജയജായനെ തൊടുകയാണ്. മനുഷ്യനെ ബോധ്യപ്പെടുത്തിയ ഒരു ജീവിതമല്ല, ദൈവത്തെ ബോധ്യപ്പെടുത്തിയ ഒരു ജീവിതമില്ലേ, ആ രഹസ്യ ജീവിതമില്ലേ, കർത്താവ് ആഴമേറിയ ബന്ധമില്ലേ, ഇന്ന് രാത്രി അവൻ അറിയുകയാണ്. നിന്റെ ചില മേഖലകൾ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുകയാണ്. ആ ശരീരത്തിൽ ദൈവശക്തി ഇറങ്ങുകയാണ്, അസ്ഥികൾക്കകത്ത് ദൈവശക്തി ഇറങ്ങുകയാണ്, ഞാടി ഞരമ്പുകൾക്കകത്ത് ദൈവശക്തി ഇറങ്ങുകയാണ്. ഒരു പുതിയ ബലം ആ ശരീരത്തിൽ വന്ന് വീഴുകയാണ്. ആ ശരീരത്തിന്മേൽ കിടക്കുന്ന എല്ലാ വെല്ലുവിളികളോ ഇന്ന് രാത്രി ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ആ ശരീരത്തിൽ ഒരു പുതിയ ബലം വ്യാപരിക്കുകയാണ്. ആ ശരീരത്തിൽ ഒരു പുതിയ ശക്തി തൊടുകയാണ്. സൗഖ്യത്തിന്റെ സഖി, സൗഖ്യത്തിന്റെ സഖി ഇന്ന് രാത്രി അച്ചായനെ തൊടുന്നു, 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 തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് ശക്തിയോടെ തൊടുന്നു. അതെ, ചന്ദ്രിക, ചന്ദ്രിക, ആമേ, ഡൽഹി അല്ലേ, ഡൽഹി, ഡൽഹി, ആമേ, ആമേൻ. ആന്റി ഏൽപ്പിച്ചുകൂടാ, ആമേൻ. പതറിപ്പോക, ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലകൾക്കകത്ത് ജയം വരാൻ പോകുക, ജയം വരാൻ പോകുക. പരിശുദ്ധാത്മ വ്യക്തമായി ഇങ്ങനെ ഇടപെടുകയാണ്. ഓ റിഗമന കൃപയാ, ബോബസിന്റെ വയലിൽ വന്നുപെട്ട രൂത്ത്, അവളൊന്നുമില്ലാതാണ് വന്നതെങ്കിലും പിന്നീട് അവള് ബോബസിന്റെ വയലിലെ ഉടമസ്ഥാവകാശം പ്രാപിച്ചതുപോലെ ചില അവകാശങ്ങളെ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി നിന്നെ ഞാൻ പ്രാപ്തയാക്കുകയാണ്. നിന്റെ പ്രാർത്ഥനാ റൂമിൽ ആമേൻ, നിന്റെ പ്രാർത്ഥനയിലൂടെ ചിലത് സംഭവിക്കത്തക്ക നിലകളിൽ നീ ആമേൻ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതുപോലെയല്ല, പ്രാർത്ഥനയുടെ ലെവൽ മാറുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ചന്ദ്രികാന്തിയെ തൊടുകയാണ്, തൊടുകയാണ്. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ദൈവ പ്രവർത്തികളെ കൊണ്ടുവരുന്ന മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരാത്മാ പ്രഭാഗത്തെ ഇന്ന് രാത്രി ഞാൻ ആരുടെ മീതെ തുറക്കുകയാണ്.
ആമേൻ. ആന്റി അതോറിറ്റിക്കകത്ത് കൽപ്പിക്ക്. ദൈവം ചിലത് ചെയ്യാൻ പോകുക. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഏലിയ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടെന്നല്ല. ഇത് എന്റെ മെസ്സേജ് അല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ദൈവദാസൻ പ്രസംഗിച്ചൊരു മർമ്മമാണ്. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. പറ ചില വിഷയങ്ങളെ നോക്കി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. അല്ല, ആ അതോറിറ്റി ഇന്ന് രാത്രി ആന്റിയുടെ നാവിന്മേൽ വന്ന് പതിയുകയാണ്. ആന്റി പറഞ്ഞെങ്കിലേ ചിലത് സംഭവിക്കത്തുള്ളൂ. അടയ്ക്കാനുള്ള അതോറിറ്റി, തുറക്കാനുള്ള അതോറിറ്റി ദൈവം വിടുകയാണ്. അപ്പോസ്തലന്മാരെയൊക്കെ കുറിച്ച് പറയണമെന്നുണ്ട്. വീനാസിസ്റ്റർ എനിക്ക് തന്ന സമയം തീർന്നിരിക്കണമെന്നില്ല. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആമേൻ. അന്നും ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു. എന്തെന്നറിയാമോ? സ്വന്തം കാര്യത്തിനു വേണ്ടി സുവിശേഷത്തെ ഉപയോഗിക്കുന്നവർ. ഹല്ലേലൂയ. ഞാൻ എന്തിനെന്നറിയാമോ ഇങ്ങനെയൊക്കെ? എന്റെ ഇവിടത്തെ കുറെ മുടികൾ, കുറ്റി മുടികളാ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ വാക്യകത്തോട്ട് വന്ന് എന്ത് ചെയ്യും? ഈ മുടി പോകും. ആമേൻ. അപ്പോഴെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. പ്രിയമുള്ളവരെ, അന്നും ഉണ്ടായിരുന്നു കേട്ടോ. ആമേൻ. സുവിശേഷത്തെ സ്വന്തം ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവർ, സുവിശേഷം പ്രസംഗിച്ച് ഹല്ലേലൂയ ആമേൻ ധനികന്മാരാകാൻ ശ്രമിക്കുന്നവർ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് അവർ ക്രിസ്തുവിൽ സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അനേകവരുടെ പ്രസംഗത്തിലൂടെ അവർ ക്രിസ്തുവിനെയല്ല വളർത്തുന്നത്, അവർ സ്വയം ധനവാന്മാരാകാൻ നോക്കുകയാണ്. ഹല്ലേലൂയ. സ്വയം പ്രശസ്തരാകാൻ നോക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥ അപ്പോസ്തലന്മാർ അങ്ങനെയല്ല. ദൈവം കേൾക്കുന്നു എന്ന ശ്രദ്ധയോടെയാണ് സംസാരിക്കുന്നത്. ആമേൻ. ഇന്ന് നോക്കണമേ, ക്രിസ്തുവിന്റെ യഥാർത്ഥ അപ്പോസ്തലന്മാരല്ലെങ്കിൽ അവർ ഓരോരുത്തരും അവരവരുടെ ശിഷ്യന്മാരാക്കി അവർക്ക് എന്താണോ തോന്നുന്നത് അതാണ് അവർ പഠിപ്പിച്ച് അവരെ തെളിയിച്ചിറക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കണം. അത് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, എനിക്കറിയാം വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ക്രിയ ചെയ്തു എന്ന് എനിക്കറിയാം. നന്നായി നിങ്ങളുടെ ഹൃദയങ്ങളെ ടച്ച് ചെയ്തെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലൊരു ദൂതല്ലായിരിക്കാം ഇന്ന് കിട്ടിയത്. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹമാണ് പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയാൽ ഒരു വ്യക്തിയെങ്കിലും ഒരുക്കപ്പെടണം. എനിക്കറിയാം നിങ്ങളുടെ ഹൃദയങ്ങൾ നന്നായി പതിഞ്ഞു എന്ന്, ചിലർ ഏൽപ്പിക്കപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടക്കും. ഹല്ലേലൂയ. ആ ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിക്കാം. ജയമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ജയമുണ്ടാകുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ വ്യക്തമായി സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഈ ദൈവജനത്തെ എല്ലാം ദൈവകരത്തിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവർ ക്രിസ്തുവിന്റെ സുഗന്ധമായി ഇനിയും പ്രയോജനപ്പെടാൻ ബീനാജേസിനെ കുടുംബമായി സഹായിക്കണമേ. ചില വീര്യപ്രവർത്തികൾ അവർക്ക് വേണ്ടി ചെയ്യണമേ. അവരെ ഇന്ന് രാത്രി മനസ്സ് നിറഞ്ഞ ആത്മാർത്ഥതയോടെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് മറുപടികൾ വെളിപ്പെടട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ കേട്ട വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ ചതിക്കാതെ നല്ല സാക്ഷ്യമുള്ളവരായി ക്രിസ്തുവിന്റെ സുഗന്ധം പരത്തുന്നവരായി ആമേൻ ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ, നിലനിർത്തണമേ. ഒരു ജയം നീ കൊടുക്കണമേ. ക്രിസ്തുവിനെ കൂടാതെ ഒരു ജയം ഞങ്ങൾക്കില്ല. ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ ഒരു വലിയ ജയത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിന്റെ ഏത് മേഖലയായിക്കൊള്ളട്ടെ അപ്പാ, ഇന്ന് രാത്രി അഭിഷിക്ത എന്നുള്ള നിലയിൽ അവിടുന്ന് തന്നിരിക്കുന്ന അതോറിറ്റിയിൽ ഈ ജനത്തിന്മേൽ ചില ദൈവിക വിടുതലുകളെ ഈ രാത്രി ഞാൻ റിലീസ് ചെയ്യുന്നു. അടുത്ത മണിക്കൂറുകൾ പറഞ്ഞത് കാണട്ടെ. ചില ദൈവിക വിടുതലുകൾ ഇപ്പോൾ അവിടെ ശരീരത്തിൽ, അവിടെ തലമുറയുടെ മേൽ, അവിടെ ഫൈനാൻസ് മേഖലയിൽ, ആരോഗ്യത്തിന്മേൽ, അവിടെ മിനിസ്ട്രിയുടെ മേൽ ഇപ്പോൾ ചലിക്കട്ടെ. ദൈവം അത് ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഒരു 6 മിനിറ്റ് മുന്നോട്ട് പോയി ആമേൻ സ്തോത്രം. എനിക്ക് അവസരം തന്ന ബീനാ സിസ്റ്ററിനോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.